CMR എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിക്ക് വീണ്ടും ഇഡിയുടെ സമൻസ്. ബുധനാഴ്ച കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. 14 ദിവസത്തേക്ക് സാവകാശം അനുവദിക്കണമെന്ന വീണയുടെ ആവശ്യം തള്ളിയാണ് ഇഡിയുടെ നടപടി. SS ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, ഇപ്പോൾ സാവകാശം തേടിയിരുന്നു വീണ, പക്ഷേ ആ സാവകാശമില്ല. ബുധനാഴ്ച ഹാജരാകണമെന്നുള്ള നിർദ്ദേശം എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, ഇന്ന് രാവിലത്തേക്കാണ് വീണ ടിയുടെ ചോദ്യം ചെയ്യൽ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഇതിനിടയിൽ കഴിഞ്ഞ ദിവസമാണ് വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് സാവകാശം തേടിയത്. അതായത് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ യാത്ര ചെയ്യാൻ കഴിയില്ലെന്നും 14 ദിവസത്തേക്ക് സാവകാശം അനുവദിക്കണമെന്നുള്ള ആവശ്യമാണ് വീണ മുന്നോട്ട് വച്ചിരുന്നത്. എന്നാൽ അത്ര സാവകാശം അനുവദിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് അന്വേഷണ സംഘം സ്വീകരിച്ചത്. അങ്ങനെ ആ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതിയ സമൻസ് അവർ വീണയ്ക്ക് അയച്ചിരിക്കുന്നത്. ബുധനാഴ്ച രാവിലെ 10:30 കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് ഇവിടെ ഒരു കുറ്റം നടന്നതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പ്രധാനമായും വീണ ടി അനധികൃതമായി CMR നിന്ന് 2.78 കോടി കൈപ്പറ്റിയതിന്റെ തെളിവുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ തുടർച്ചയായിട്ട് ഈ പണം വിനിയോഗിച്ചതിലടക്കം വ്യക്തത വരുത്താൻ വീണയുടെ ചോദ്യം ചെയ്യൽ അനിവാര്യമെന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. നേരത്തെ വീണ ഇമെയിൽ അയക്കുന്ന സമയത്ത് EDയെ അറിയിച്ചിരുന്നത് അഭിഭാഷകൻ മുഖേന രേഖകൾ ഹാജരാക്കാൻ തയ്യാറാണെന്നുള്ളതാണ്. എന്നാൽ ED പറയുന്നത് ഈ PMLA സെക്ഷൻ 50 പ്രകാരമുള്ള സമൻസാണ് അയച്ചിരിക്കുന്നത്. ആ സമൻസ് പ്രകാരം പ്രതിയായ ഒരാൾ നേരിട്ട് ഹാജരായി മൊഴി നൽകണമെന്നുള്ള നിലപാട് കൂടിയാണ് ED സ്വീകരിക്കുന്നത്. ശരണാണ് വിവരങ്ങൾ നൽകിയത്.